ഹായ് എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ബേസിക് ലിങ്ക് മെക്കാനിസം. ബേസിക് ലിങ്ക് മെക്കാനിസത്തിൻ്റെ കുറച്ച് ടേംസാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ഈസ് മെഷീൻ? എന്താണ് മെഷീൻ? എ മെഷീൻ ഈസ് ആൻ അപ്പാരറ്റസ് ഫോർ അപ്ലൈയിങ് മെക്കാനിക്കൽ പവർ ഓഫ് എ നമ്പർ ഓഫ് ഇൻ്റർ റിലേറ്റഡ് പാർട്സ് ഈച്ച് ഹാവിങ് ഡെഫിനിറ്റ് ഫങ്ഷൻ. മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അപ്പാരറ്റസ് ആണ്. മെക്കാനിക്കൽ പവർ അപ്ലൈ ചെയ്യുന്ന ഒരു അപ്പാരറ്റസ് ആണ് മെഷീൻ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്പർ ഓഫ് ഇൻ്റർ റിലേറ്റഡ് പാർട്സ് ഉണ്ടാവും. ഓരോ പാർട്സിനും അതിൻ്റേതായ ഡെഫിനിറ്റ് ഫങ്ഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് മെഷീൻ എങ്ങനെ പറയാം? എ മെഷീൻ ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോം മേ ബി ഡിഫൈൻഡ് ആസ് എ ഡിവൈസ് വിച്ച് റിസീവ്സ് എനർജി ആൻഡ് ട്രാൻസ്ഫോംസ് ഇറ്റ് ഇൻടു യൂസ്ഫുൾ വർക്ക്. എനർജീനെ റിസീവ് ചെയ്ത് അതൊരു യൂസ്ഫുൾ വർക്കാക്കി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു ഡിവൈസാണ് മെഷീൻ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇതാണ് മെഷീൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ്, റെസിസ്റ്റൻറ്റ് ബോഡി. എ ബോഡി ഈസ് സെഡ് ടു ബി റെസിസ്റ്റൻറ്റ് if it is capable of transmitting the required force with negligible deformation. ഒരു ബോഡീനെ നമ്മൾ റെസിസ്റ്റൻ്റ് ആണ് എന്ന് പറയണമെങ്കിൽ അതെന്ത് ചെയ്യണം? ഒരു റിക്വയർഡ് ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം വിത്ത് നെഗ്ലിജിബിൾ ഡിഫോർമേഷൻ നെഗ്ലിജിബിൾ ചെയ്തിട്ട് റിക്വയർഡ് ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ബോഡീനെയാണ് നമ്മൾ എന്ത് പറയുക? റെസിസ്റ്റൻ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ബെൽറ്റ്, റോപ്പ്, ചെയിൻ. Next, link or element. A link or an element is defined as that part of a machine which has motion relative to some other part. ലിങ്ക് അല്ലെങ്കിൽ എലമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഷീൻ്റെ പാർട്ടാണ്. അതിലെന്തുണ്ടായിരിക്കും? മറ്റൊരു പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു മോഷൻ ഉണ്ടായിരിക്കും. ഒരു റിലേറ്റീവ് മോഷനുള്ള ഒരു മെഷീൻ്റെ പാർട്ടിനെയാണ് നമ്മൾ ലിങ്ക് അല്ലെങ്കിൽ എലമെൻ്റ് എന്ന് പറയും. എ ലിങ്ക് need not be single unit, but it may consist of several parts which are as separate units. ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിംഗിൾ യൂണിറ്റ് അല്ല, പക്ഷേ ഒരു സെപ്പറേറ്റ് യൂണിറ്റിൻ്റെ സെവറൽ പാർട്സാണ് ലിങ്ക്. ലിങ്കിൻ്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് റിലേറ്റീവ് മോഷൻ ഉണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് ബി എ റെസിസ്റ്റൻറ്റ് ബോഡി, അതൊരു റെസിസ്റ്റൻറ്റ് ബോഡി ആയിരിക്കണം. ലിങ്കിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളാണ് താഴെ തന്നിരിക്കുന്നത്. ഒരു റെസിപ്രോക്കേറ്റിംഗ് സ്റ്റീം എഞ്ചിൻ കാണിച്ചിട്ടുണ്ട്. അതിന് 4 ഡിഫറെൻറ്റ് ലിങ്ക് ഉണ്ട്. ആ 4 ഡിഫറെൻറ്റ് ലിങ്കുകളാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ലിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ് മോഷനിലായിരിക്കണം, അതുപോലെ റെസിസ്റ്റൻറ്റ് ബോഡി ആയിരിക്കണം. അപ്പോൾ ലിങ്ക് 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിസ്റ്റൺ റോഡ് ആൻഡ് ക്രൂസഡ്, അതാണ് റിലേറ്റീവ് മോഷനിൽ വരുന്നത്. പിന്നെ ലിങ്ക് 2ൽ കണക്റ്റിംഗ് റോഡ്, അതിൻ്റെ കൂടെ ബിഗ് എൻഡ്, സ്മോൾ എൻഡ്, ബിയറിംഗ്. പിന്നെ ലിങ്ക് 3 എന്ന് പറഞ്ഞാൽ ക്രാങ്കിൻ്റെ കൂടെ റിലേറ്റീവ് മോഷനിൽ ക്രാങ്ക് ഷാഫ്റ്റ്, അതുപോലെ ഫ്ലൈ വീല്. ലിങ്ക് 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിലിണ്ടർ, എൻജിൻ ഫ്രെയിം ആൻഡ് മെയിൻ ബിയറിങ്സ്. ടൈപ്സ് ഓഫ് ലിങ്ക്. മെയിനായിട്ട് 3 ടൈപ്പ് ലിങ്കുകളാണുള്ളത്. റിജിഡ് ലിങ്ക്, ഫ്ലെക്സിബിൾ ലിങ്ക്, ഫ്ലൂയിഡ് ലിങ്ക്. റിജിഡ് ലിങ്ക്. എ റിജിഡ് ലിങ്ക് ഈസ് a link which does not undergo any deformation while transmitting motion ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഡിഫോർമേഷനും വിധേയമാവാത്ത ലിങ്കുകളാണ് റിജിഡ് ലിങ്ക്. എക്സാമ്പിൾ സ്റ്റീം എഞ്ചിൻ്റെ കണക്റ്റിംഗ് റോഡും ക്രാങ്ക് പിന്നും, അതുപോലെ നമ്മളെ എഞ്ചിൻ ലേത്തിൻ്റെ ബെഡും സ്പിൻഡിലും. അതെന്ത് ചെയ്യുന്നുണ്ട്? മോഷനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡിഫോർമേഷൻ നടക്കുന്നില്ല അവിടെ. നെക്സ്റ്റ്, ഫ്ലെക്സിബിൾ ലിങ്ക്. A flexible link is partly deformed in a manner not to affect the transmission of motion. മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ പാർട്ട്ലി ഡിഫോം സംഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ലിങ്കുകളെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ലിങ്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ബെൽറ്റ്, റോപ്പ്, ചെയിൻസ്, സ്പ്രിങ്സ് ആൻഡ് ബാൻഡ്. നെക്സ്റ്റ്, ഫ്ലൂയിഡ് ലിങ്ക്. When motion is transmitted by means of a fluid, it is known as fluid link. നമ്മൾ ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ട് മോഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഫ്ലൂയിഡ് ലിങ്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫ്ലൂയിഡ് യൂസ്ഡ് ഇൻ ഹൈഡ്രോളിക് പ്രസ്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ക്രെയിൻസ്. ഹൈഡ്രോളിക് പ്രസ്സും ഹൈഡ്രോളിക് ജാക്കും ഹൈഡ്രോളിക് ക്രെയിൻസൊക്കെ നമ്മൾ ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അതായത് പാസ്കൽസ് ലോ ബേസ് ചെയ്തിട്ട്.
അതിൽ മീഡിയം ഫ്ലൂയിഡാണ്. അങ്ങനെയുള്ള ലിങ്കുകളെയാണ് നമ്മൾ ഫ്ലൂയിഡ് ലിങ്ക് എന്ന് പറയാം. നെക്സ്റ്റ് കൈനമാറ്റിക് പെയർ. A pair is a joint of two elements that permits relative motion. When any two links or elements are connected in such a way that their relative motion is completely or successfully constrained, they form a kinematic pair. ഏതെങ്കിലും രണ്ട് ലിങ്കുകൾ ജോയിൻ ചെയ്ത് അവയുടെ റിലേറ്റീവ് മോഷൻ കംപ്ലീറ്റ്ലി ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻ ആണെങ്കിൽ അവിടെ പറയുന്ന പേരാണ്, അത് ജോയിൻറ്റിനെ പറയുന്ന പേരാണ് കൈനമാറ്റിക് പെയർ. ഒരു റെസിപ്രോക്കേറ്റിംഗ് സ്റ്റീം എഞ്ചിനിലെ കൈനമാറ്റിക് പെയറാണ് താഴെ തന്നുള്ളത്. ക്രാങ്കും കണക്റ്റിംഗ് റോഡും. ക്രാങ്കും കണക്റ്റിംഗ് റോഡും എന്താണ്? റിലേറ്റീവ് മോഷനിൽ വരുന്ന രണ്ട് എലമെൻറ്റ് ജോയിൻ ചെയ്തതാണ് ക്രാങ്കും കണക്റ്റിംഗ് റോഡും. അതിൻ്റെ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷനാണ് അവിടുത്തെ റിലേറ്റീവ് മോഷൻ. അപ്പോൾ ക്രാങ്കും കണക്റ്റിംഗ് റോഡും ഒരു കൈനമാറ്റിക് പെയറാണ്. അതുപോലെ കണക്റ്റിംഗ് റോഡും പിസ്റ്റൺ റോഡും ഒരു കൈനമാറ്റിക് പെയറാണ്. അതുപോലെ പിസ്റ്റൺ ആൻഡ് എൻജിൻ സിലിണ്ടറും ഒരു കൈനമാറ്റിക് പെയറാണ്. ഇത് തമ്മിലൊക്കെ എന്തുണ്ട്? റിലേറ്റീവ് മോഷൻ വരുന്ന രണ്ട് ലിങ്കുകളാണിത്. ഇത് തമ്മിൽ റിലേറ്റീവ് മോഷൻ്റെ ആ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കംപ്ലീറ്റ്ലി ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് ആണ്. അങ്ങനെയുള്ള ജോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? കൈനമാറ്റിക് പെയർ എന്ന് പറയാം. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് കൈനമാറ്റിക് പെയർ. 3 ബേസിൽ നമ്മൾ കൈനമാറ്റിക് പെയറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചർ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദം, അതായത് ടൈപ്പ് ഓഫ് കോണ്ടാക്ട് അനുസരിച്ചിട്ട്. രണ്ടാമത് നാച്ചർ ഓഫ് റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദം, അതായത് ടൈപ്പ് ഓഫ് റിലേറ്റീവ് മോഷൻ അനുസരിച്ച്. മൂന്നാമത്തത് നാച്ചർ ഓഫ് മെക്കാനിക്കൽ അറേഞ്ച്മെൻറ്റ് ഓർ കൺസ്ട്രെയിനിങ് റിലേറ്റീവ് മോഷൻ, അതായത് ടൈപ്പ് ഓഫ് കൺസ്ട്രെയിൻ മോഷൻ അനുസരിച്ച്. ഫസ്റ്റ് വൺ, കൈനമാറ്റിക് പെയേഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ നാച്ചർ ഓഫ് കോണ്ടാക്ട്, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് കോണ്ടാക്ട് അനുസരിച്ച് കൈനമാറ്റിക് പെയറിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലോവർ പെയറും ഹയർ പെയറും. ലോവർ പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് എ പെയർ ഇൻ മോഷൻ ഹാസ് എ സർഫസ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ടു എലമെൻറ്റ്സ്, രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ സർഫസ് കോണ്ടാക്റ്റ് ആണ് വരണമെങ്കിൽ, അതായത് ഒരു കൈനമാറ്റിക് പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് എലമെൻറ്റ്സ് ഉണ്ടാവും, രണ്ട് ലിങ്കുകൾ ഉണ്ടാവും. അത് തമ്മിൽ സർഫസ് കോണ്ടാക്റ്റ് ആണ് വരുന്നതെങ്കിൽ അതിനെ ലോവർ പെയർ എന്ന് പറയും. എക്സാമ്പിൾ നട്ട് ആൻഡ് ബോൾട്ട്, ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ഇൻ എ ബിയറിംഗ് ഷാഫ്റ്റിൻ്റെ മുകളിലുള്ള ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് ഇൻ ബിയറിംഗ്. ഹയർ പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് എ പെയർ ഇൻ മോഷൻ ഹാസ് എ ലൈൻ ഓർ പോയിൻറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ ടു എലമെൻറ്റ്സ്. ഒരു കൈനമാറ്റിക് പെയറിലെ രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ പോയിൻറ്റോ അല്ലെങ്കിൽ ലൈൻ കോണ്ടാക്റ്റോ ആണെങ്കിൽ അതിനെ ഹയർ പെയർ എന്ന് പറയും. എക്സാമ്പിൾ ബെൽറ്റ്, റോപ്പ്, ഗിയേഴ്സ്. അടുത്തതാണ് കൈനമാറ്റിക് പെയേഴ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ റിലേറ്റീവ് മോഷൻ. റിലേറ്റീവ് മോഷൻ അനുസരിച്ച് കൈനമാറ്റിക് പെയറിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സ്ലൈഡിംഗ് പെയർ. സ്ലൈഡിംഗ് പെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ടു എലമെൻറ്റ്സ് ഹാവ് എ സ്ലൈഡിംഗ് മോഷൻ റിലേറ്റീവ് ടു ഈച്ച് അതർ. രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ സ്ലൈഡിംഗ് മോഷനിലാണ് വരുന്നതെങ്കിൽ അതിനെ സ്ലൈഡിംഗ് പെയർ എന്ന് പറയും. എക്സാമ്പിൾ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ. അതുപോലെ എൻജിൻ ലേത്തിലെ ടെയിൽ സ്റ്റോക്ക് ഓൺ ദ ലേത്ത് ബെഡിൻ്റെ മുകളിലുള്ള ടെയിൽ സ്റ്റോക്കും ലേത്ത് ബെഡും തമ്മിലുള്ള മൂവ്മെൻറ്റ്, റിലേറ്റീവ് മോഷൻ. നെക്സ്റ്റ് വരുന്നത് ടേണിംഗ് പെയർ. വെൻ ടു എലമെൻറ്റ്സ് ആർ കണക്റ്റഡ് സച്ച് ദാറ്റ് വൺ എലമെൻറ്റ് റിവോൾവ്സ് around the other, it forms a turning pair. It is also called as hinged pair. അതായത് രണ്ട് എലമെൻറ്റ് കണക്ട് ചെയ്യുന്നത് ഒരു എലമെൻറ്റ് മറ്റേ എലമെൻറ്റിൽ റിവോൾവ് ചെയ്തിട്ടാണെങ്കിൽ ഇതിനെയാണ് ടേണിംഗ് പെയർ എന്ന് പറയുക. ഈ ടേണിംഗ് പെയറിനെ പറയുന്ന മറ്റൊരു പേരാണ് ഹിഞ്ച്ഡ് പെയർ. എക്സാമ്പിൾ ക്രാങ്ക് ഷാഫ്റ്റ് ഇൻ ജേർണൽ ബിയറിംഗ് ഇൻ ആൻ എൻജിനിലെ ക്രാങ്ക് ഷാഫ്റ്റും ജേർണൽ ബിയറിങ്ങും. അടുത്ത് വരുന്നതാണ് റോളിംഗ് പെയർ. വെൻ വൺ എലമെൻറ്റ് ഈസ് ഫ്രീ ടു റോൾ ഓവർ ദി അതർ ഇറ്റ് ഫോംസ് എ റോളിംഗ് പെയർ. അതായത് ഒരു എലമെൻറ്റ് മറ്റൊരു എലമെൻറ്റിൽ ഫ്രീ ആയിട്ട് റോൾ ചെയ്യുന്ന മോഷനാണെങ്കിൽ അതിനെ റോളിംഗ് പെയർ എന്ന് പറയും. എക്സാമ്പിൾ ബോൾ ആൻഡ് റോളർ ബിയറിംഗ്. നെക്സ്റ്റ് സ്ക്രൂ പെയർ. ഇൻ എ സ്ക്രൂ പെയർ one link is constrained to have a combination of turning and sliding motion relative to other element. ഒരു എലമെൻറ്റും മറ്റൊരു എലമെൻറ്റും തമ്മിൽ, അതായത് കൈനമാറ്റിക് പെയറിൽ രണ്ട് എലമെൻറ്റും തമ്മിൽ ടേണിങ്ങും സ്ലൈഡിങ് മോഷൻ്റെയും കോമ്പിനേഷൻ ആണെങ്കിൽ അതിനെ നമ്മൾ സ്ക്രൂ പെയർ എന്ന് പറയും. എക്സാമ്പിൾ നട്ട് ആൻഡ് ബോൾട്ട്, അതുപോലെ
എഞ്ചിൻ ലേത്തിലെ ലീഡ് സ്ക്രൂ ഓഫ് എ ലേത്ത് വിത്ത് നെറ്റ്, ലീഡ് സ്ക്രൂവും നെറ്റും. അടുത്തത് സ്ഫെറിക്കൽ പെയർ. ഇൻ എ സ്ഫെറിക്കൽ പെയർ വൺ ലിങ്ക് ഈസ് കൺസ്ട്രെയിൻഡ് ഇൻ അബൌട്ട് ദി അതർ ഫിക്സ്ഡ് പോയിന്റ്. സ്ഫെറിക്കൽ പെയറിൽ ഒരു ഫിക്സ്ഡ് പോയിന്റുമായിട്ട് മറ്റേ പെയർ കൺസ്ട്രെയിൻഡ് ആണെങ്കിൽ, ഒരു ലിങ്ക് കൺസ്ട്രെയിൻഡ് ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ്, ആ പെയറിനെ പറയുന്ന പേരാണ് സ്ഫെറിക്കൽ പെയർ. എക്സാമ്പിൾ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. Next classification, kinematic pairs depending upon mechanical arrangement for constrained motion. The first one is closed pair. When two elements of a pair are held together mechanically. രണ്ട് പെയറും, അതായത് ഒരു പെയറിൽ രണ്ട് എലമെൻറ്റ്സ് മെക്കാനിക്കലി ആണ് ഹെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ക്ലോസ്ഡ് പെയർ എന്ന് പറയും. എക്സാമ്പിൾ ഓൾ ലോവർ പെയർ, എല്ലാ ലോവർ പെയേഴ്സും എന്താണ്, ക്ലോസ്ഡ് പെയേഴ്സ് ആണ്. നെക്സ്റ്റ് അൺക്ലോസ്ഡ് പെയർ. വെൻ ടു ലിങ്ക്സ് ഓർ എലമെൻറ്റ്സ് ആർ നോട്ട് ഹെൽഡ് ടുഗദർ മെക്കാനിക്കലി. ഒരു പെയറിൽ രണ്ട് ലിങ്കുകളും ഹെൽഡ് ചെയ്തിരിക്കുന്ന, മെക്കാനിക്കലി ഹെൽഡ് ചെയ്യാത്ത ലിങ്കുകളാണെങ്കിൽ അതിനെ അൺക്ലോസ്ഡ് പെയർ എന്ന് പറയും. എക്സാമ്പിൾ ക്യാം ആൻഡ് ഫോളോവർ. നെക്സ്റ്റ് വരുന്നതാണ് ടൈപ്സ് ഓഫ് കൺസ്ട്രെയിൻഡ് മോഷൻ. മെയിനായിട്ട് 3 ടൈപ്സ് കൺസ്ട്രെയിൻഡ് മോഷനാണുള്ളത്. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ, ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ, അതുപോലെ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ when the motion between a pair is limited to a definite direction. അതായത് ഒരു പെയറിലെ മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറയും. എക്സാമ്പിൾ സ്ക്വയർ ബാർ മൂവിങ് ഇൻ എ സ്ക്വയർ ഹോൾ. ഒരു സ്ക്വയർ ഹോളിൽ മൂവ് ചെയ്യുന്ന സ്ക്വയർ ബാർ, ഒരൊറ്റ ഡയറക്ഷൻ, ഒരു ഡെഫിനിറ്റ് ഡയറക്ഷൻ ഉണ്ടാവുള്ളൂ. ഇൻകംപ്ലീറ്റ് കൺസ്ട്രെയിൻഡ് മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദ മോഷൻ ബിറ്റ്വീൻ എ പെയർ ക്യാൻ ടേക്ക് പ്ലേസ് ഇൻ മോർ ദാൻ വൺ ഡയറക്ഷൻ. ഒരു പെയറിലെ ലിങ്കുകൾ തമ്മിലുള്ള മോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോർ ദാൻ വൺ ഡയറക്ഷനേക്കാളും കൂടുതലാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ. എക്സാമ്പിൾ എ സർക്കുലർ ഷാഫ്റ്റ് ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ ഹോൾ. ഒരു സർക്കുലർ ഹോളിൽ മൂവ് ചെയ്യുന്ന സർക്കുലർ ഷാഫ്റ്റ്. സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ വെൻ ദ മോഷൻ ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഇറ്റ് സെൽഫ്. ഒരു പെയറിൽ രണ്ട് എലമെൻറ്റ്സ് തമ്മിലുള്ള മോഷൻസ് കംപ്ലീറ്റ് അല്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ്. എക്സാമ്പിൾ ഷാഫ്റ്റ് ഇൻ എ ഫുഡ് സ്റ്റെപ്പ് ബിയറിംഗ്. ഇപ്പോൾ 3 കൺസ്ട്രെയിൻഡ് മോഷനാണുള്ളത്. കംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ, ഇൻകംപ്ലീറ്റ്ലി കൺസ്ട്രെയിൻഡ് മോഷൻ, അതുപോലെ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് മോഷൻ. നെക്സ്റ്റ് ആണ് കൈനമാറ്റിക് ചെയിൻ. A kinematic chain is defined as a combination of kinematic pairs joined in such a way that the relative motion between the links or elements is completely or successfully constrained. കൈനമാറ്റിക് ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈനമാറ്റിക് പെയറിൻ്റെ കോമ്പിനേഷനാണ്. അതിൽ ലിങ്കുകളും എലമെൻറ്റും തമ്മിൽ ഒരു കംപ്ലീറ്റ്ലി ഓർ സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻഡ് റിലേറ്റീവ് മോഷൻ ആയിരിക്കണം. ഇങ്ങനെയുള്ള കോമ്പിനേഷനെയാണ് കൈനമാറ്റിക് ചെയിൻ എന്ന് പറഞ്ഞത്. അതായത് കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളി കൺസ്ട്രെയിൻ മോഷനുള്ള ലിങ്കുകളുള്ള കൈനമാറ്റിക് പെയറിൻ്റെ കോമ്പിനേഷനാണ് കൈനമാറ്റിക് ചെയിൻ. അപ്പോൾ ഇതുവരെ എടുത്ത കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.